മാർബിൾ എന്നല്ല ടൈൽസോ ഗ്രാനൈറ്റോ എന്താണ് ഫ്ലോറിൽ ചെയ്യുകയാണെങ്കിലും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ നിലം റെഡി ആണോ എന്നുള്ള കേട്ടോ. അതായത് ഒരേ ലെവലിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ടൈം വർക്കേഴ്സ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യാതായിരിക്കും കേട്ടോ. കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ ചില വീട്ടിലൊക്കെ കാണാറുണ്ട് തുടക്കത്തിൽ സിറ്റ് ഔട്ടിലൊക്കെ കറക്റ്റ് ആയിരിക്കും, ലിവിംഗ് റൂമിലും കറക്റ്റ് ആയിരിക്കും, കിച്ചണിലോട്ട് എത്തുമ്പോഴേക്ക് ഏകദേശം 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ വ്യത്യാസം വരും. കൂടുതലാണെങ്കിൽ ഹൈറ്റ് കൂടി കൂടി പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും ഹൈറ്റിൽ വരുമ്പോഴേക്ക് വീടിന്റെ ഉമ്മരപ്പടിയൊക്കെ ചിലപ്പോൾ കവർ ചെയ്ത് പോകാറുണ്ട് കേട്ടോ. അതല്ല കുറവാണെങ്കിൽ ബാക്കിലോട്ട് ചെരിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് കുമ്മായം വരും. ഇങ്ങനെ കുമ്മായം വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മാർബിളിനകത്ത് എയർ വരാനും ഭാവിയിൽ സൗണ്ട് വരാനൊക്കെ സാധ്യത കൂടും. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീരും. ചെറിയ രീതിയിൽ ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് വേണം മാർബിളിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഫ്ലോറിങ് തുടങ്ങുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത്. അത് വീട്ടിൽ കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ശ്രദ്ധിക്കണം. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.